നമുക്കിന്ന് സൂപ്പർ ഒരു ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല, സൂപ്പറാണെന്ന്. നിങ്ങളിത് തയ്യാറാക്കി നോക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും സൂപ്പർ ബിരിയാണിയാണെന്ന്. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ബിരിയാണിയാണെന്ന്. എന്നാൽ ഇത് ഫ്രൈ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്ത രീതിയിലൊക്കെ ആയി എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പീസുകൾ നമ്മൾ നോർമലി ചിക്കൻ കറിക്കൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം. അങ്ങനെ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഒത്തിരി വേവിച്ച് ചിക്കൻ അങ്ങ് ഉടച്ച് കളയരുത്. നമുക്ക് ഇനി ഇത് മസാലയിലൊക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടതുകൊണ്ട് ഒരു 90% മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയാവുമേ. അപ്പോൾ അതായത് ഇവിടെ ഒരു 3 മിനിറ്റ് കൂടെ ആയപ്പോഴേക്കും ഞാൻ ഇതിൽ വെള്ളത്തിൽ നിന്ന് ഈ ചിക്കൻ കോരി മാറ്റുവാണ്. അതിനുശേഷം ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളം ഒട്ടും തന്നെ കളയരുത്, നമുക്കിത് ആവശ്യമുള്ളതാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചിക്കൻ കോരി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഈ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള ആ നെയ്യൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായി ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇനി നമ്മൾ മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സവാളയും പച്ചമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്യാതെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 3 സവാളയോളം എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള സവാളയായിരുന്നുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ നന്നായിട്ട് സവോള ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് രണ്ടും കൂടെ കൂടിയിട്ട് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി സവാളയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് വേവായത് കൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ചിക്കൻ ഒന്നും ഒട്ടും തന്നെ പൊടിഞ്ഞു പോവാത്തത്. അപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി. അപ്പോൾ കാശ്മീരി ചില്ലി 2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെയും ചിക്കനിലേക്ക് മസാല യോജിച്ച് വരുന്നത് വരെയും നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് യോജിച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കനം കുറച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി മല്ലിയില പുതിനയില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ആ ഒരു കളറിലൊക്കെ തന്നെ നമുക്ക് മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഓൾ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക.
ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു വലിയ സവാള കനം കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ സവാളയ്ക്ക് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തൈരും നമ്മുടെ സവാളയും എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. സവാളയും തൈരെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വേവിച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് നിറച്ച് നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നേരെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമ്മൾ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് കംപ്ലീറ്റ് നമുക്ക് വേണ്ടത്. അതിൽ 1 കപ്പ് വെള്ളം ചിക്കൻ വേവിച്ചതും 1/2 കപ്പ് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നാരങ്ങ പകുതി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് ഉപ്പെല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ മാത്രം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമെല്ലാം ഊറ്റിയതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളവും റൈസും ഒരേ ലെവലിലായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ ഇത് തുറന്ന് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഇളം പച്ച നിറത്തിലുള്ളൊരു റൈസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസായിരുന്നു. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് അളവിൽ വെള്ളവും കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ അടിയിൽ ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാനൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും സാലഡും ഉണ്ടെങ്കിൽ അടിപൊളി ബിരിയാണി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും ഇത് മാത്രം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു രീതിയിലല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല വെറൈറ്റി ടേസ്റ്റും തന്നെയായിരുന്നു. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ബിരിയാണിയുടെ റെസിപ്പി. നിങ്ങളിനി തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അപ്പോൾ ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കൈമ റൈസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ റൈസ് തമ്മിൽ വ്യത്യാസമുള്ളപ്പോൾ അത് തയ്യാറാക്കുന്ന രീതിയിലും വെള്ളത്തിലും അളവിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.